ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് എൻഡ് ഓഫ് സീസൺ സെയിലിൽ നമുക്ക് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുന്ന കുറച്ച് ഇയർബഡ്സുകൾ അത് 1500-2000 റേഞ്ചിലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി 1000 രൂപയുടെ ആ ഒരു ഓഫ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ 1000 രൂപയ്ക്കുള്ളിൽ നമുക്ക് വാങ്ങിച്ച വർത്ത് ബൈങ് എന്ന് അപ്പോൾ ഞാൻ 15 എണ്ണം പറഞ്ഞെങ്കിൽ ഇവിടെ ആക്ച്വലി ഈ ഒരു 1500-2000 റേഞ്ചിൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു 10 എണ്ണം മാത്രമേ പറയുന്നുള്ളൂ. എന്തായാലും ഈ പറയുന്നതൊക്കെ തന്നെ നമ്മുടെ ചാനൽ അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 1500 രൂപയിൽ പറയുവാണെങ്കിൽ ബോട്ട് എയർ ഡ്രോപ്പ് സുപ്രീം 1499 രൂപ നോർമൽ റേറ്റ്, എന്നാൽ നമുക്കിപ്പോൾ 1299 രൂപയ്ക്ക് ലഭ്യമാവുക. 50 അവേഴ്സാണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ AI ENX ടെക്നോളജിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മൈ ക്വാളിറ്റി ഇവിടെ നമുക്ക് കിട്ടുമെന്നുള്ളതിൽ വേറൊരു സംശയമില്ല. മൾട്ടി പോയിന്റ് കണക്ടിവിറ്റി ഉണ്ട്. അറ്റ് എ ടൈം നമുക്ക് 2 ഡിവൈസുകളിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇനി ആ ഡിറ്റക്ഷൻ ഉണ്ട്. പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇയർബഡുകൾ എടുക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി പോസ് ആവും പാട്ട്, അതേപോലെ തന്നെ ചെവിയിൽ വയ്ക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പ്ലേ ആവാൻ സാധിക്കുന്നതാണ്. സ്പേഷ്യൽ ഓഡിയോ 24 ബിറ്റിന്റെ ആ ഒരു ഓഡിയോ പ്രോസസിംഗ് ടെക്നോളജി ഇവിടെ കാണാൻ സാധിക്കും. ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ് ടെക്നോളജിയാണ്. 65 mAhന്റെ ബീസ് മോഡ് അല്ലെങ്കിൽ ലോ ലേറ്റൻസി മോഡ് ഉണ്ട്. ടൈപ്പ് സി ആറിന്റെ ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 150 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം കിട്ടും കേട്ടോ. IPX4 ഒരു വാട്ടർ റെസിസ്റ്റന്റ് ഒക്കെ തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉറപ്പായിട്ടും 1299 രൂപയ്ക്ക് നല്ലൊരു ഡീൽ തന്നെയാണ് ഈ ഒരു സുപ്രീം എന്ന് പറയുന്നത്. ഇനി അടുത്തത് റിയൽമി ബഡ്സ് T110 1499 നോർമൽ റേറ്റ്, എന്നാൽ ഇപ്പോൾ നമുക്ക് 1299 രൂപയ്ക്ക് തന്നെയാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 38 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ ഇവിടെയും AI നോയ്സ് ക്യാൻസലേഷൻ ഫോർ കോൾസ്, IPX5 ഒരു വാട്ടർ റെസിസ്റ്റന്റ് ആണ്. 88 mAhന്റെ ലോ ലേറ്റൻസി മോഡാണ്. ബ്ലൂടൂത്ത് വേർഷൻ 5.4 ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഓപ്പോ എൻകോ ബഡ്സ് 2 1799 നോർമൽ റേറ്റ്, എന്നാൽ നമുക്കിപ്പോൾ 1499 രൂപയ്ക്ക് ലഭ്യമാകുന്നു. 10 mm ലാർജ് ടൈറ്റനൈസ്ഡ് ഡ്രൈവേഴ്സ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ എൻകോ ലൈവ് സ്റ്റീരിയോ സൗണ്ട് എഫക്ട്സ്, അതായത് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ആണ് ആക്ച്വലി ഇവിടെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ. അപ് ടു 28 അവേഴ്സ് ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 1 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം കിട്ടുന്നതാണ്. ബ്ലൂടൂത്ത് വേർഷൻ 5.2 ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ AI ഡീപ് നോയ്സ് ക്യാൻസലേഷൻ ഫോർ കോൾസ്, ഇവിടെ നമുക്ക് ആ ഒരു AI ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ബെറ്റർ മൈ ക്വാളിറ്റി കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടത്തെക്കാളും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത് നമ്മുടെ എയർഡ്രോപ്സ് സുപ്രീമിലും അതുപോലെ തന്നെ T110 80 mAhന്റെ ലോ ലേറ്റൻസി മോഡ്, അതുപോലെ തന്നെ IPX4 ഒരു വാട്ടർ റെസിസ്റ്റന്റ് നമ്മുടെ ഈ ഒരു ഓപ്പോ എൻകോ ബഡ്സ് 2 കാണാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഇയർബഡ്സുകളുടെ ഒക്കെ തന്നെ കേസ് കവർ മറ്റുള്ള എല്ലാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ കിട്ടുന്നതിനും കാശ് കുറച്ച് നമ്മുടെ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോറിലുണ്ട്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യണം നമ്മുടെ ദീപ് സ്റ്റോർ. നിങ്ങളുടെ കയ്യിൽ ഏത് ഇയർബഡ് ആണെങ്കിലും അതിന്റെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ ലാഭകരമായിട്ട് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തത് ബോൾട്ടിന്റെ C40 Pro 1499 ഇവിടെയും നമ്മുടെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത്, എന്നാൽ ഇപ്പോൾ ഓഫർ റേറ്റിൽ 1299 കാണാൻ സാധിക്കും. ഇതിൽ ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് 100 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. സിംഗിൾ പ്ലേ ടൈം എന്ന് പറയുന്നത് 8 മണിക്കൂറാണ്. സെൻ കോട്ട് മൈക്ക് ENC ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് കോട്ട് മൈക്ക് വിത്ത് ENX ടെക്നോളജി ഉണ്ട്. അതേപോലെ തന്നെ അൾട്രാ ഫാസ്റ്റ് ചാർജിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 120 മിനിറ്റ് ടോട്ടൽ പ്ലേ ടൈം കിട്ടും. 45 mAhന്റെ ലോ ലേറ്റൻസി മോഡ് അല്ലെങ്കിൽ കോമ്പാക്ട് മോഡ് ഉണ്ട്. 13 mm ഡ്രൈവേഴ്സ് ആണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ്. IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഒക്കെ തന്നെ ഇവിടെ ഈ ഒരു Z40 Proയിലും കാണാൻ സാധിക്കും. ഉറപ്പായിട്ടും പ്ലേ ടൈം ആണ് നിങ്ങളുടെ മുഖ്യമെങ്കിൽ C40 Pro നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അതർവൈസ് എയർഡ്രോപ്പ് സുപ്രീം അല്ലെങ്കിൽ റിയൽമി ബഡ്സ് T110 ആണ് ഞാൻ കുറച്ച് ആദ്യം തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് 1500 രൂപയ്ക്കുള്ളിൽ. എന്തായാലും ഈ 1500 രൂപയ്ക്ക് പൊതുവെ നോർമൽ റേറ്റും 1500 ആണ് ഈ പ്രോഡക്റ്റുകൾക്ക് എല്ലാം തന്നെ, ഓപ്പോ എൻകോ ബഡ്സ് 2 ഒഴിച്ചു കഴിഞ്ഞാൽ. എന്നാൽ ഇപ്പോൾ നമുക്ക് ഈ ഓപ്പോ എൻകോ ബഡ്സ് 2 ആണ് 1799 1499 വന്നത്. എന്നാൽ ബാക്കി എല്ലാ പ്രോഡക്റ്റുകളും 1300 രൂപയ്ക്ക് വാങ്ങിക്കാം. അതായത് 1500 രൂപ ബജറ്റിൽ നിങ്ങൾ ഒരു സാധനം വാങ്ങിക്കാൻ പോകുന്നെങ്കിൽ 200 രൂപ നമ്മുടെ കയ്യിൽ വെച്ച് ലാഭിച്ചതുകൊണ്ട് നമുക്ക് മറ്റുള്ള 3 പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ സാധിക്കും. ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ സുപ്രീം വാങ്ങിക്കുക, അല്ലെങ്കിൽ റിയൽമി ബഡ്സ് T110 മേടിക്കുക. ഇനി പ്ലേ ടൈം കൂടുതൽ വേണമെങ്കിൽ C40 Proയിലേക്ക് പോകുക. അതർവൈസ് ഓപ്പോ എന്ന് പറഞ്ഞ ബ്രാൻഡ് വേണമെങ്കിൽ ഓപ്പോ എൻകോ ബഡ്സ് 2 വാങ്ങിക്കാന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി എന്തായാലും 1500 മുതൽ 2000 രൂപ റേഞ്ചിൽ നമുക്ക് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുന്ന കുറച്ച് TWS അതിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് നിർവാണ അയോൺ എന്ന് പറയുന്നതാണ്. ഓൾറെഡി നമുക്കറിയാം 1699 രൂപയായിട്ട് കുറേ നാളായിട്ട് ഓഫറിൽ ഇങ്ങനെ കിടക്കുവാണ്. എന്നാൽ ഈ നമ്മുടെ ബിഗ് എൻഡ് ഓഫ് സീസൺ സെയിൽ വരുന്നതിന് മുന്നേ പെട്ടെന്ന് അങ്ങോട്ട് 1899 മാറിയിട്ടുണ്ടായിരുന്നു. എന്നാൽ സീസൺ സെയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീണ്ടും നമ്മുടെ ബാക്ക് ടു 1699 എത്തിയിട്ടുണ്ട്. 120 മണിക്കൂറാണ് ഇവിടെ എടുത്തു വരേണ്ട ആ ഒരു ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ 24 മണിക്കൂറാണ് സിംഗിൾ പ്ലേ ടൈം കിട്ടുക. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ക്രിസ്റ്റൽ ബയോണിക്സ് സൗണ്ട് ബൈ ഹൈഫൈ DSP5 ചിപ്സെറ്റ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഡ്യുവൽ EQ മോഡ്സ് ക്രിസ്റ്റൽ ബയോണിക്സ് സൗണ്ടും സിഗ്നേച്ചർ സൗണ്ടും ഉണ്ട്. പ്രത്യേകിച്ച് എടുത്തു വരേണ്ട ഈ ഒരു ക്രിസ്റ്റൽ ബയോണിക്സ് സൗണ്ട് എന്ന് പറയുന്നത്
നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും കണ്ണും പൂട്ടി വാങ്ങിക്കാം. കാരണം അമാതിരി ഒരു ബേസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. പക്ഷേ വെയറിംഗ് കംഫർട്ട് കുറച്ചൊരു ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. അത് ചിലർക്കേ ഉള്ളൂ, എല്ലാവർക്കും അതില്ല. 4 മൈക്ക് വിത്ത് ENX ടെക്നോളജിയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ AI ENX ഒന്നും അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഭയങ്കര വലിയ ക്വാളിറ്റി ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. നിങ്ങളിപ്പോൾ വെളിയിലൊക്കെ പോയിട്ട് ഒരു ട്രാഫിക്കിൽ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് വണ്ടിയുടെ സൗണ്ട് കേൾക്കാൻ പറ്റും, എന്നാൽ നിങ്ങളുടെ സൗണ്ട് അവിടെ കേൾക്കാം. അതായത് പണ്ടൊക്കെ ഈ ബോട്ടിന്റെ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ടോയ്ലറ്റിൽ നിന്ന് സംസാരിക്കുന്ന പോലത്തെ അവസ്ഥയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ വെളിയിൽ നിന്ന് സംസാരിക്കുന്നെങ്കിൽ കാറിന്റെ സൗണ്ട് ആയിരിക്കും നമ്മളുടെ സൗണ്ടിനേക്കാളും കൂടുതലായിട്ട് കേൾക്കാൻ പറ്റുക. എന്നാൽ ഇപ്പോഴും ആ ഒരു സൗണ്ട് കേൾക്കാം, എന്നാൽ നമ്മളെ സൗണ്ടാണ് കുറച്ച് ഡോമിനേറ്റ് ആയിട്ട് നിൽക്കുന്നത്. മറ്റുള്ള ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഒക്കെ തന്നെ കുറച്ച് അങ്ങോട്ട് അടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടെക്നോളജി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയതുകൊണ്ടാണ്. പിന്നെ AI വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയിൽ കിട്ടാനും ചാൻസ് ഉണ്ട്. 60 ms ലോ ലേറ്റൻസി മോഡ് ഇവിടെ ഉണ്ട്. കൂടാതെ ഇൻ-ഇയർ ഡിറ്റക്ഷൻ ഇവിടെ ഉണ്ട്. ഞാൻ ഓൾറെഡി സുപ്രീമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ചെവിയിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി പോസ് ആവും, ചെവിയിൽ വെക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് പ്ലേ ആവുന്നതാണ്. IPX4 ആണ് ഇവിടെ ഉള്ളത്. കൂടാതെ ബ്ലൂടൂത്ത് വെർഷൻ 5.2 ആണ് ആ ഒരു കണക്ടിവിറ്റിക്ക് നമ്മളെ സഹായിക്കുന്നത്. ഇനി അടുത്ത് നോക്കുവാണെങ്കിൽ CMF by Nothing Buds. ഉറപ്പായിട്ടും 2000 രൂപയ്ക്കുള്ളിൽ പേഴ്സണലി നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഈ ഒരു CMF by Nothing Buds. പിന്നെ ഞാൻ പറയുന്നത്, നിങ്ങളിതൊക്കെ എല്ലാത്തിൻ്റെയും വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലുണ്ട്. അതൊക്കെ കണ്ടിന്യൂഷൻ ഒന്നൊക്കെ വാങ്ങിക്കുക. ഇനി അതെല്ലാം മറ്റുള്ളവരുടെ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം മാത്രം ഇതൊക്കെ അങ്ങോട്ട് കൺഫേം ആയി പറയത്തുള്ളൂ. 2499 രൂപയാണ് ഇപ്പോൾ കുറേ നാളായിട്ട് ഇതിൻ്റെ നോർമൽ റേറ്റ്. പക്ഷേ അത്രയ്ക്കും അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. 2299 നോർമൽ റേറ്റിലേക്ക് വരാം. എന്നാൽ ഇപ്പോൾ നമുക്ക് 1999 രൂപയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. 12.4 mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ്. കൂടാതെ 42 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. 4HT മൈക്ക് വിത്ത് ക്ലിയർ വോയിസ് ടെക്നോളജിയാണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ 35.5 hours ആണ് ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ 6.5 hours നമുക്ക് ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് ചെയ്യാനും ടോട്ടൽ പ്ലേ ടൈം കിട്ടുന്നതാണ്. ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ്. ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ IP54 ഒരു വാട്ടർ റെസിസ്റ്റന്റും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഡ്യുവൽ ഡിവൈസ് കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഡിറാക്ക് ആ ഒരു ഹൈഫൈ ഡെഫിനിഷൻ ഓഡിയോ ട്യൂൺ ബൈ, അതുപോലെ തന്നെ ഡിറാക്കിൻ്റെ ഒരു ഓഡിയോ ട്യൂണും ഇവിടെ ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്, നല്ല രസമാണ് ആ ഒരു ക്വാളിറ്റിയിൽ. ഇവരുടെ ആ ഒരു നത്തിങ് എക്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് അതിലേക്ക് പോകാൻ പറ്റും. നല്ല അടിപൊളി ക്വാളിറ്റി, ഒരു ഡീപ്പ് ബേസോട് കൂടിയിട്ടാണ് നമുക്ക് അവിടെ ആ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്. അതൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടെ, ഈ ഒരു നത്തിങ് ബഡ്സ് എന്ന് പറയുന്നത്, CMF നത്തിങ് ബഡ്സ് എന്ന് പറയുന്നത് നല്ലൊരു വർത്ത് ബൈയിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ റിയൽമി ബഡ്സ് T300. പൊതുവേ കുറേ കൂട്ടുകാർ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, T300 വാങ്ങിക്കണോ അതല്ല നത്തിങ് ബഡ്സ് CMF by നത്തിങ് ബഡ്സ് മേടിക്കണം എന്നുള്ളത്. ഓൾറെഡി അതിൻ്റെ ഒരു കമ്പാരിസൺ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ക്ലിയർലി മനസ്സിലാവും അതിൽ ഏത് വാങ്ങിച്ചാലായിരിക്കും വർത്ത് ബൈയിങ് ആകുന്നുള്ളത്. 2299 നോർമൽ റേറ്റ്, നമുക്കിപ്പോൾ അത് 1999 കിട്ടും. 12.4 mm ഡൈനാമിക് ബേസ് ഡ്രൈവേഴ്സിനാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ANC ഉണ്ട്, 30 dB മാത്രമാണ് പക്ഷേ ഇവിടെ ANC. പിന്നെ 360 ഡിഗ്രി സ്പേഷ്യൽ ഓഡിയോ എഫക്ട് നമുക്ക് ഇവിടെ ഉണ്ട്. 40 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടാണ്. അതുപോലെ തന്നെ 50 ms അൾട്രാ ലോ ലേറ്റൻസി ഉണ്ട്. IP55 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷനും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ ബോട്ട് നിർവാണ അയോൺ ANC ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വേണമെങ്കിൽ മാത്രം ഈ ഒരു നിർവാണ അയോൺ ANC മേടിക്കണമെന്ന് പറയത്തുള്ളൂ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിർവാണ അയോൺ തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ള ഡീൽ. 2299 നോർമൽ റേറ്റ്, എന്നാൽ നമുക്കിപ്പോൾ 1999 വാങ്ങിക്കാൻ സാധിക്കുക. 32 dB ആണ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. ഡ്യുവൽ EQ മോഡ്സ് ഇവിടെ ഉണ്ട്, സിഗ്നേച്ചർ സൗണ്ടും ക്രിസ്റ്റൽ ബയോണിക് സൗണ്ടും. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് നിർവാണ അയോണായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഓൾറെഡി 2 പ്രോഡക്റ്റുകളുടെ അൺബോക്സിംഗ് ആൻഡ് ഓവി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, ഇതിന്റെ കമ്പാരിസണും ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഞാൻ വീണ്ടും പറയാൻ പോകുന്നത്, ക്രിസ്റ്റൽ ബയോണിക് സൗണ്ട് എന്ന് പറഞ്ഞ EQ മോഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ നിർവാണ അയോണിൽ കിട്ടിയൊരു ഫീൽ ഉണ്ടല്ലോ, അത് ഇവിടെ കിട്ടുന്നില്ല. ബേസ് അത്രയും ഡോമിനേറ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബേസ് ലവർ ആണെങ്കിൽ നിർവാണ അയോൺ ആണ്, നിർവാണ അയോൺ ANC-നേക്കാളും ബെറ്റർ ആയിട്ട് വർത്ത് ബൈയിങ് എന്നുള്ളൊരു ഫീൽ കിട്ടുന്നത് കേട്ടോ. കൂടുതൽ 120 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. 24 മണിക്കൂർ സിംഗിൾ പ്ലേ ടൈമോ കിട്ടും. 4 മൈക്ക് വിത്ത് ENX ടെക്നോളജിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇൻ-ഇയർ ഡിറ്റക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബീസ് മോഡ് 60 ms ഉണ്ട്. മൾട്ടി പോയിന്റ് കണക്ടിവിറ്റി ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ IPX4 വാട്ടർ റെസിസ്റ്റന്റ് ആണ്. ബ്ലൂടൂത്ത് വെർഷൻ 5.2 ഒക്കെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. കൂടാതെ ബോട്ട് എയർഡ്രോപ്സ് 800 ഇത് ഓഫർ ആയോ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇത് ഓഫർ ആയിട്ടില്ല. കാരണം സ്പെഷ്യൽ ലോഞ്ച് ഓഫർ എന്ന് പറഞ്ഞിട്ട് 1799 വന്നത് ഇപ്പോഴും ആ സെയിം റേറ്റിൽ തന്നെയാണ് കിടക്കുന്നത്. എന്നാൽ 2000 രൂപയ്ക്കുള്ളിൽ നിങ്ങളൊരു സിനിമാറ്റിക് ലവർ, അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങാം. കാരണം ഇതിനകത്ത് ഡോൾബി അറ്റ്മോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് സപ്പോർട്ട് അല്ല, വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈലിൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് അല്ലെങ്കിൽ പോലും ഈ ഒരു ഇതിനകത്ത് നമ്മുടെ ആ ഒരു ഡോൾബി അറ്റ്മോസിന്റെ ആ ഒരു മോഡ് അങ്ങോട്ട് EQ മോഡ് അങ്ങോട്ട് പോയിട്ട് സിനിമകൾ കാണുമ്പോഴത്തേക്ക് നല്ല ക്വാളിറ്റി സറൗണ്ട് സൗണ്ടോട് കൂടി
വേണ്ടിയിട്ട് നമുക്ക് സിനിമകൾ കാണാൻ സാധിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിൽ വീണ്ടും എടുത്ത് പറഞ്ഞത്. ചിലപ്പോൾ ഈ ഒരു ഓഫർ കഴിയുമ്പോൾ വില കൂടിയാലോ, സോ 1790 രൂപയ്ക്ക് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇതിലെടുത്ത് പറയേണ്ട സവിശേഷത എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഡോൾബി അറ്റ്മോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 10mm ടൈറ്റാനിയം ഡ്രൈവേഴ്സ് ആണ്, ക്വാഡ് മൈക്ക് വിത്ത് AI ENX ടെക്നോളജിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൾട്ടി പോയിന്റ് കണക്ടിവിറ്റി ഉണ്ട്. 40 hours ആണ് ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ എസാപ്പ് ചാർജിങ് ടെക്നോളജികളുണ്ട്. 5 മിനിറ്റ് ചാർജിങ്ങിൽ 100 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം കിട്ടും. 50 mAh ലോ ലേറ്റൻസി മോഡും നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇനി ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ OnePlusന്റെ നോട്ട് ബഡ്സ് 2R 2000 അല്ലെങ്കിൽ 2100 ഒക്കെയാണ് നോർമൽ റേറ്റ് കാണാൻ പറ്റുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്കത് 1794 രൂപയ്ക്ക് ബ്ലാക്കും, എന്നാൽ ബ്ലൂ നമുക്ക് 1799 രൂപയ്ക്കും കാണാൻ സാധിക്കുക. 12.4mm എക്സ്ട്രാ ലാർജ് ഡ്രൈവർ ആണ്. കൂടുതൽ ഡ്യുവൽ മൈക്ക് വിത്ത് AI ക്ലിയർ കോൾ അൽഗോരിതം ഇവിടെ ഉണ്ട്. കൂടാതെ 38 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേറ്റ്. IP55 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിലൊരു OnePlusന്റെ മൊബൈൽ ആണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു പക്കാ ഒരു പെർഫോമൻസ് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു 1500 അല്ലെങ്കിൽ 2000 രൂപയ്ക്കുള്ളിൽ നമുക്ക് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുന്ന കുറച്ച് TWS ഉള്ളത്. ഇനി എൻ്റെ സജഷൻ, അതായത് ഞാൻ ഏതൊക്കെ ആദ്യം പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 1500 രൂപയ്ക്ക് അത് ഒന്നെങ്കിൽ T110 അല്ലെങ്കിൽ സുപ്രീം. ഉറപ്പായിട്ടും ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കമ്പാരിസൺ അടുത്ത് തന്നെ ചെയ്യാൻ കേട്ടോ. കാരണം ഇത് രണ്ടും സെയിം റേറ്റ് ആണ്. അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുന്ന ടീമുകളാണ് ഈ രണ്ട് പ്രോഡക്റ്റുകളും. പിന്നെ റിയൽമി അല്ലെങ്കിൽ ബോട്ട് ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ സർവീസ് ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും പക്കയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങിച്ചാൽ വലിയ ചടങ്ങുമില്ല. സോ ഈ രണ്ട് പ്രോഡക്റ്റുകളിൽ ഏതെങ്കിലും വാങ്ങിച്ചോളൂ. കൂടാതെ അണ്ടർ 2000 ഞാൻ എപ്പോഴും പറയും CMF ബൈ നത്തിങ് ബഡ്സ് തന്നെയാണ്. അതിൽ വേറൊരു സംശയമില്ല. എൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എടുക്കണമെന്ന് പറഞ്ഞോളൂ. പിന്നെ ബേസ് നല്ല ഡോമിനേറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ നിർവാണ അയോൺ വാങ്ങിച്ചോളൂ. കൂടാതെ T300 നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് എന്തായാലും എനിക്ക് നിങ്ങളടുത്ത് പറയാനുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ 1500-2000 രൂപയ്ക്കുള്ളിലുള്ള ഈ ഒരു ഓഫർ സമയത്തിൽ നടക്കുന്ന ഇയർബഡ്സിന്റെ വിശേഷങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്ന ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആരും ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും, കൂടാതെ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.